പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ സന്ദർശിച്ച് പി.കെ. ശ്രീമതിയും പി.പി. ദിവ്യയും മനുഷ്യത്വത്തിന്റെ പേരിലാണ് പ്രതികളെ കാണാൻ എത്തിയതെന്ന് പി.കെ. ശ്രീമതി പറഞ്ഞു. നേതാക്കളുടെ ശിക്ഷ സ്റ്റേ ചെയ്തത് അവർ തെറ്റ് ചെയ്തിട്ടില്ലെന്നതിന്റെ തെളിവാണ്. കെ.വി. കുഞ്ഞിരാമൻ താൻ മന്ത്രിയായിരുന്നപ്പോൾ എം.എൽ.എയും സഹപ്രവർത്തകനുമായിരുന്നു. സഹോദരങ്ങളെ കാണാൻ വന്നതായി കണ്ടാൽ മതിയെന്നും ശ്രീമതി ജയിൽ പരിസരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷയനുഭവിക്കുന്ന പ്രതികളെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തി CPM കേന്ദ്ര കമ്മിറ്റി അംഗം പി.കെ. ശ്രീമതിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി.പി. ദിവ്യയും കണ്ടത്. മുൻ എം.എൽ.എ കെ.വി. കുഞ്ഞിരാമൻ ഉൾപ്പെടെ 4 പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി സ്റ്റേ ചെയ്തതിന് പിന്നാലെയാണ് ഇരുവരും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിയത്. മുഴുവൻ പ്രതികളെയും സന്ദർശിച്ചതിന് ശേഷമാണ് നേതാക്കൾ പുറത്തിറങ്ങിയത്. ശിക്ഷ ഹൈക്കോടതി മരവിപ്പിച്ചത് എല്ലാവരും പ്രതീക്ഷിച്ച കാര്യമാണെന്ന് പി.കെ. ശ്രീമതി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രതികളെ കാണാനെത്തിയത് മനുഷ്യത്വപരമായ കാര്യമാണെന്നും ശ്രീമതി വ്യക്തമാക്കി. അല്ല, ശിക്ഷാവിധി മരവിപ്പിച്ചത് ഏകദേശം എല്ലാവരും പ്രതീക്ഷിക്കുന്നതാണ്. ഞങ്ങൾ അവരെ കാണുന്നത് ഇതിലെ മനുഷ്യത്വപരാണല്ലോ. നമ്മൾ പണ്ടത്തെ ജയിലിലല്ലോ, ഇപ്പം നോക്കിയാട്ടെ ജയിലിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുന്നത്. മാറ്റങ്ങൾ വരുന്നത് തന്നെ ഇവിടെ വരുന്ന ശിക്ഷിക്കപ്പെട്ടവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള പെരുമാറ്റവും ഏറ്റവും നല്ല രീതിയിലുള്ള ഭക്ഷണവും അവർക്ക് ജോലി, അവർക്ക് നല്ല കൂലി എന്നൊക്കെയുള്ള രീതിയിലുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു എന്നുള്ളത് കൊണ്ട് ഇവരെ കാണാൻ പാടില്ല എന്നുള്ളത് ആരും പറഞ്ഞിട്ടില്ലല്ലോ. കേസിലെ 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെയുള്ള ശിക്ഷിക്കപ്പെട്ട മുഴുവൻ പ്രതികളെയും കണ്ടതായും പി.കെ. ശ്രീമതി പറഞ്ഞു. എല്ലാവരെയും കണ്ടു. ഇല്ല, അവരോട് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ചോദിക്കുകയോ അല്ലെങ്കിൽ അവർ ആ രീതിയിൽ സംസാരിക്കുക. ഞങ്ങൾ സാധാരണ രീതിയിൽ ഇതുമായി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും പ്രത്യേകിച്ചൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല, അവരോട്ട് പറഞ്ഞിട്ടുണ്ട്. കെ.വി. കുഞ്ഞിരാമൻ താൻ മന്ത്രിയായിരുന്ന സമയത്ത് നിയമസഭാംഗമായിരുന്നു. സഹപ്രവർത്തകൻ എന്ന നിലയിലാണ് കാണാനെത്തിയതെന്നും CPM നേതാക്കളെ കേസിൽ കുടുക്കിയതാണെന്നും മേൽക്കോടതിയിൽ നിന്ന് നീതി കിട്ടുമെന്ന് M.V. ഗോവിന്ദൻ തന്നെ ഇന്നലെ വ്യക്തമാക്കിയിരുന്നതാണല്ലോ എന്നും പി.കെ. ശ്രീമതി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.